നമസ്കാരം. ലോക ഭൂപടത്തിൽ ആ കൊച്ചു ഭൂപ്രദേശം ഒരു കണ്ണീർക്കണമായി മാറിയിരിക്കുന്നു. ഗാസ പിടിച്ചെടുക്കാൻ കരയാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ സൈന്യം നഗരം പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ്. ഹമാസിനെ ഒന്നാകെ ഉന്മൂലനം ചെയ്യാൻ ടാങ്കുകൾ രൂക്ഷമായ പീരങ്കി ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഗാസയിലെ 1% ജനതയും പലായനം ചെയ്തു കഴിഞ്ഞു. 65,000-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. 20,000-ലധികം കുട്ടികൾ മരിച്ചതായാണ് കണക്കുകൾ. പരിക്കേറ്റവർ 1.5 ലക്ഷത്തിന് മുകളിൽ. ഇതിനിടെയാണ് ഇസ്രായേലുമായി $6.4 ബില്യൺ ആയുധ ഇടപാട് നടത്താൻ അമേരിക്ക കോൺഗ്രസിന്റെ അംഗീകാരം ട്രംപ് ഭരണകൂടം തേടിയിട്ടുള്ളത്. അത്യാധുനിക പോർ ഹെലികോപ്റ്ററുകളും കവചിത വാഹനങ്ങളും അടങ്ങിയ ആയുധങ്ങൾ നൽകാനാണ് അമേരിക്കയുടെ നീക്കം. ഗാസയിൽ അടിയന്തരവും സ്ഥിരവുമായ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടുള്ള UN രക്ഷാസമിതിയുടെ പ്രമേയത്തെ അമേരിക്ക കഴിഞ്ഞ ദിവസമാണ് വീറ്റോ ചെയ്തത്. അതേസമയം ഇസ്രായേൽ അതിർത്തിയിൽ 100 കണക്കിന് പൗരന്മാർ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രകടനവും നടത്തുന്നുണ്ട്. ഇനി ചർച്ചയാകുന്നത് യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ചാണ്. ഗാസ നഗരം പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് സാധിക്കുമോ? പ്രൈം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിദേശകാര്യ വിദഗ്ധരായ ശ്രീ നിർമ്മൽ എബ്രഹാം, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ ബൈജു തിട്ടാല, ഒപ്പം ഡോക്ടർ MS വേണുഗോപാൽ എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് ബൈജു തിട്ടാല, ഇവിടെ ഇതാ അന്ത്യശാസനം ഇസ്രായേൽ നൽകിയിരുന്നു. ഒഴിഞ്ഞു പോകണമെന്ന് ഗാസയിലെ ജനതയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്രമണം, അത് വ്യോമാക്രമണത്തിന് ശേഷം കരയുദ്ധത്തിലേക്ക് കടക്കുന്നു. ഏതാണ്ട് ഗാസ നഗരത്തെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു ഇസ്രായേൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇനി ഗാസ പിടിക്കുമോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവുകയാണോ? അഭിലാഷേ, ഗാസ പിടിക്കുമോ, പിടിച്ചു കഴിഞ്ഞ് ഗാസയുടെ അവസ്ഥ എന്താവും? ഇറ്റ്സ് ബി ടു ഏർലി. നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പൊ നമ്മൾ അസസ്മെന്റിൽ ഗാസ പിടിച്ചെടുക്കുമോ എന്ന് ചോദിച്ചാൽ, കാരണം ലോകരാജ്യങ്ങളെല്ലാം തന്നെ, അമേരിക്ക ഒഴികെ എല്ലാ രാജ്യങ്ങളും തന്നെ വളരെ ഗുരുതരമായ കൺസേൺസ് റേസ് ചെയ്ത് കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഓൾറെഡി സാങ്ഷൻസ് പ്രപ്പോസ് ചെയ്യുന്നു. സ്പെയിൻ ശക്തമായി എതിർക്കുന്നു. അതുപോലെ UN-ന്റെ നമ്മുടെ ജെനസൈഡ്, ഇവർ ജെനസൈഡ് ചെയ്യിക്കാന്ന് ഒരു UN ബോഡി ഹാസ് ഓൾറെഡി കൺഫേംഡ്. അതിനൊരു അറസ്റ്റ് വാറന്റ് നിൽക്കുന്നു. ബ്രിട്ടൻ ഹാസ് ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് വി ആർ ഗോയിങ് ടു റെക്കഗ്നൈസ് ദം. അതുപോലെ തന്നെ ഫ്രാൻസും അങ്ങോട്ട് തന്നെ നീങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പുറകെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും അതായത് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ അമേരിക്ക, കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞ പോലെ, നമുക്കിപ്പൊ കാണാൻ പറ്റുന്നത് അമേരിക്ക ഇസ്രായേലിന്റെ പ്രോക്സിയായി ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത്രയും നരനായാട്ട അവിടെ നടന്നിട്ട് ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചിരിക്കുകയാണ്. അത് മുഴുവൻ കുഞ്ഞുങ്ങളും കുട്ടികളും. നിങ്ങൾക്കറിയാം, അങ്ങോട്ട് ഈ നമ്മുടെ ഫുഡ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് പോലും കടത്തിവിടാൻ പറ്റാതെ ഇപ്പൊ നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കന്നുകാലികൾ ഈ നമ്മുടെ ഈ വെള്ളം കാണുമ്പോൾ ഓടി വരും പോലെയാണ് ഈ UN-ന്റെ ഈ എയ്ഡ് ഏജൻസികളുടെ വാഹനം മെഡിസിനായും ഫുഡായും ഈവൻ വെള്ളമായും ഒക്കെ ചെല്ലുമ്പോൾ മനുഷ്യൻ, കൊച്ചു കുട്ടികൾ ഇതിലേക്ക് അടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു മനുഷ്യന് സ്വാഭാവികമായി സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഞാൻ ക്ലാസിക്കൽ എക്സാമ്പിൾ പറയാം. മിനിഞ്ഞാന്ന് ട്രംപ് ഇവിടെ ഉണ്ടായിരുന്നു, ബ്രിട്ടനിലുണ്ടായിരുന്നു. ട്രംപിന്റെ ഇവിടെ വിസിറ്റിനെ പറ്റി BBC റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ട്രംപ് കഴിക്കുന്ന വൈന്റെയും കുടിക്കുന്ന ഫുഡിന്റെയും ഡീറ്റെയിൽസ് പറഞ്ഞപ്പോ എന്റെ 12 വയസ്സുള്ള മകൻ എന്നോട് പറയട്ടെ, ഐ ക്യാൻ നോട്ട് ടേൺ ഓഫ് ദ TV. ഈ അവിടെ പാലസ്തീനിലും ഗാസയില് കുട്ടികൾ മരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ഫുഡിന്റെ ക്വാളിറ്റിയെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റുന്നത്? അപ്പം എങ്ങനെ ലോകരാജ്യങ്ങൾ ഇതെത്രയാ, ഏത് രീതിയിലേക്കാണ്, ഇത് തീർന്നു പോയോ വീണുപോയോ എന്ന് അങ്ങനെ കരുതാൻ ഞാൻ എന്നാലും തയ്യാറല്ല. കാരണം അത്ര നിസ്സാരമായ ഒരു സംഭവമല്ല. പിന്നെ
ഇസ്രായേൽ കാണിക്കുന്ന ഇസ്രായേലിനെ മൊത്തം ഞാൻ കുറ്റം പറയും. ഇസ്രായേലിന്റെ അകത്ത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ, അതിനെതിരെയുള്ള കൃത്യമായ പ്രൊട്ടസ്റ്റും ഡെമോൺസ്ട്രേഷനും ഒക്കെ ഏതാണ്ട് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, അവിടെ തുടങ്ങാൻ പോകുന്നു എന്നല്ല, ഏതാണ്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ ഒരു ക്രൈസിസിൽ ഇത്ര ഈസിയായി നെതന്യാഹു, അതിന് നമുക്ക് ഇസ്രായേലുകാരെ മൊത്തം കുറ്റം പറയാൻ പറ്റില്ല, നെതന്യാഹു എന്നുള്ള ഈ അതായത് ആക്ടിങ്, നമ്മൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ദ റേസ് ഓഫ് ഹിറ്റ്ലർ നമ്മൾ അത് പഠിക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഈ നെതന്യാഹു അതേ റോട്ടിലൂടെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാം. അതായത് എല്ലാ മനുഷ്യത്വ മൂല്യങ്ങളെയും തച്ചുടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണിത് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലെ? തീർച്ചയായും മനുഷ്യന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, അല്ലല്ലോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമ്മൾ ഈ ജൂതന്മാരെ നാസികൾ കൊന്നൊടുക്കുന്നത് നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതും അല്ലെ ഡോക്യുമെന്ററികളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏതാണ്ട് അതിനോട് സിമിലർ ആയ കൊച്ചു കുട്ടികൾ പോലും ഇന്ന് ഒരു UN ഒരു ഡോക്ടറുടെ അതിനെപ്പറ്റി റിപ്പോർട്ട് കേട്ടിട്ട് ഞാൻ TV ഓഫ് ചെയ്ത്, ഇത് മനുഷ്യന് സങ്കല്പിക്കാവുന്നതിനപ്പുറത്താണ്. അത്രയ്ക്കും നരനായാട്ട് ഒരു ജനതയെ കംപ്ലീറ്റ് ഉന്മൂലനം ചെയ്യുന്ന, ഒരു ജനതയെ പച്ചയ്ക്ക് കത്തിച്ചു കളയുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ഹമാസിനെ തീർക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജസ്റ്റിഫിക്കേഷൻ, ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് റെഡിക്കുലസ് എക്സ്ക്യൂസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഹമാസിനെയാണ് ഇവർക്ക് തീർക്കുകയാണെങ്കിൽ ലോകമെമ്പാടും മൊസാദുണ്ട്. മൊസാദിനെ വെച്ച് കൃത്യമായി ഇവരെ ടാർഗറ്റ്, മൊസാദ് എന്താണെന്ന് നമുക്ക് എല്ലാം അറിയാം. ഇനി അത് അറിയാൻ മേലെങ്കിൽ അത്തരം ആക്രമണങ്ങളും നടന്നിരുന്നല്ലോ, അതാണല്ലോ മറ്റു രാജ്യത്തിന്റെ ആക്രമണത്തിൽ അഭിലാഷ ഞാൻ പറഞ്ഞു വരുന്നത്. ആ ആക്രമണത്തിലൂടെ ഈ ഹമാസിനെ തീർത്തു കളയാം. അതിനുവേണ്ടി ഈ കുട്ടികളെയും ഈ വെറും പാവപ്പെട്ട മനുഷ്യരെ തീർക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി തന്നെ മറ്റൊരു രാജ്യം ഇല്ലാതാക്കാൻ, അവിടുത്തെ ജനത ഇല്ലാതാക്കാൻ, പണ്ട് ബൈബിളിലൊക്കെ നമ്മൾ കണ്ടിട്ടിരിക്കുന്ന പോലെ അതുപോലെയുള്ള ഒരു സമൂഹത്തെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാനുള്ള ഒരു ഡിക്റ്റേറ്ററിനെ ഹണ്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അതാണ് ശ്രീ ഷാബു പ്രസാദ്. ഇവിടെ ഇതാ ഇപ്പോൾ ഹമാസ് എന്നത് തീവ്രവാദികളാണ്, ഹമാസ് ഉള്ളിടത്തോളം ഞങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നുണ്ട്. അവിടെ ഹമാസിന്റെ ഒളിത്താവളങ്ങൾ, അത് മറ്റു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറിപ്പോലും ആക്രമണം നടത്തിയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു പശ്ചാത്തലത്തെ ആരും വലിയ തോതിൽ വിമർശിക്കുന്നില്ല. ഇത് പക്ഷേ ഇപ്പോൾ ഗാസയെ തന്നെ ഇല്ലാതാക്കുന്നു, അവിടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്നു. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ദൈന്യത നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഗാസ എന്നതൊരു പ്രേതപ്പറമ്പായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. എവിടെയും ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ, ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ നിന്ന് ഉയരുന്ന നിലവിളി ശബ്ദങ്ങൾ, അത് മാത്രമായി ആ ഭൂപ്രദേശം മാറിയിരിക്കുന്നു. ഇതാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ, അതിൽ ആളുകളുടെ പലായനമാണ്. ആ പലായനത്തിൻ്റെ ദൈന്യത എത്രത്തോളമാണ് എന്ന്, അതായത് എന്തൊക്കെ കയ്യിൽ കിട്ടുന്നോ അതെല്ലാം എങ്ങനെയൊക്കെ കൊണ്ടുപോകാമോ അത്തരത്തിൽ അതിൽ ഉടുവസ്ത്രങ്ങളുണ്ട്, ഭക്ഷണങ്ങളുണ്ട്, വിലപ്പെട്ട ഡോക്യുമെന്റുകളുണ്ട്. അത് വാഹനത്തിൽ കൊണ്ടുപോകുന്നു, ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകുന്നു, തലയിൽ ചുമന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു ജനത പലായനം ചെയ്യുന്നത്. അപ്പോൾ ഈ കാഴ്ചയിലേക്ക് നെതന്യാഹു ഗാസയെ എത്തിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ കാഴ്ചയിലേക്ക് ഗാസയെ എത്തിച്ചതും അവിടുത്തെ ഈ ജനങ്ങളെ ഈ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടതും നെതന്യാഹുവോ ഇസ്രായേലോ അല്ല, അത് ഹമാസ് തന്നെയാണ്. ഹമാസ് അവിടുത്തെ ഈ സാധാരണ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇസ്രായേലിനെതിരെ ആ ഒരു ജൂതരാഷ്ട്രത്തിനെ ഇല്ലാതാക്കും എന്ന ഒരു പ്രതിജ്ഞയുമായി ഇറങ്ങിത്തിരിച്ച് പരമാവധി ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹമാസ്. ഹമാസിന് മുമ്പ് അവിടുത്തെ മറ്റ് തീവ്രവാദി സംഘടനകളെല്ലാം കഴിഞ്ഞ 6-7 പതിറ്റാണ്ടുകളായിട്ട്. അങ്ങനെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അഭിലാഷേ, അത് ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, ഒരു സമൂഹമായാലും ശരി, ഒരു രാജ്യമായാലും ശരി, നിലനിൽപ്പ് അപകടത്തിലായാൽ പിന്നെ അവിടെ ഈ മനസാക്ഷി മനുഷ്യത്വം ഒന്നുമില്ല. നോക്കൂ, ഈ പാലസ്തീൻ ഭീകര സംഘടനകളുടെ, ഹമാസ് അടക്കമുള്ളവരുടെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? ഈ ഭൂമിക്ക് മുകളിൽ ഒരു ജൂതരാഷ്ട്രം വേണ്ട, അതിനെ തച്ച് തകർക്കും, ഇല്ലാതാക്കും, കത്തിച്ചു കളയും. നോക്കൂ, ഈ 2 വർഷം മുമ്പ് ഒക്ടോബർ 7-ന് അവിടെ ആ കൂട്ടക്കുരുതി അവർ നടത്തിയപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ, കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഓവനിലൊക്കെ വെച്ചാണ് വേവിച്ചത്. ഇത്
ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ ഖത്തറിലിരിക്കുന്ന ഹമാസ് നേതാക്കൾ ഇങ്ങനെ അർമാദിക്കുകയാണ്, പ്രകടിപ്പിക്കുകയാണ്. യെസ്, അതാണല്ലോ അഡ്വക്കേറ്റ് ബൈജു തിട്ടാലി ഇവിടെ സൂചിപ്പിച്ചത്. അതായത് ഹമാസിന്റെ ഒളി കേന്ദ്രങ്ങൾ എവിടെയൊക്കെ എന്ന് അറിയുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം എന്നാണല്ലോ നമ്മൾ മൊസാദിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അവരുടെ ചാരക്കണ്ണുകൾ എത്താത്ത ഭൂപ്രദേശങ്ങളില്ല എന്ന് പറയുമ്പോൾ അവരാക്രമിക്കപ്പെടട്ടെ, അവരെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് കമാൻഡർ ഉൾപ്പെടെയൊക്കെ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ശത്രു അവരാണ് എങ്കിൽ അവർക്ക് നേരെയാണല്ലോ ആക്രമണം നടത്തേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ വിവിധ ഏജൻസികളുടെ ഏടുകൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവർ അതിന് പിന്നാലെ, നേരത്തെ ബൈജു സാർ സൂചിപ്പിച്ച പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാലികളെ മേയ്ക്കാൻ വിടുമ്പോൾ അല്ലെങ്കിൽ കാലികൾക്ക് ഭക്ഷണവുമായി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതിന് സമാനമായ കാഴ്ചയാണ്. ഇതിങ്ങനെ നിരന്തരം നമ്മൾ കാണുകയാണല്ലോ. നോക്കൂ, ഈ ഹമാസിന്റെ അവരുടെ ഒരു രീതിയുണ്ട്. അവർ ഈ സാധാരണ ജനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ സർവ്വ വൃത്തികേടുകളും കാണിക്കുന്നത്. അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് തിരിച്ചറിയാനാവാത്ത വിധം, പെട്ടെന്ന് നോക്കുമ്പോൾ അവരുടെ ഇടയിൽ തിരിച്ചറിയാനാവാത്ത വിധം അവിടെ നിന്നുകൊണ്ടാണ് അവർ ഈ ആക്രമണങ്ങൾ മുഴുവൻ നടത്തുന്നത്. അവിടെയുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും അതിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ഇവരുടെ തുരങ്കങ്ങളിലേക്കുള്ള കവാടങ്ങളാണ്. 100 കണക്കിന് കിലോമീറ്റർ അവരവിടെ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും 3000-ലധികം ഹമാസ് തീവ്രവാദികൾ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ ഇസ്രായേലും മൊസാദും പറയുന്നു. അവരെ പുറത്ത് ചാടിച്ച അവസാനത്തെ ഹമാസുകാരനെയും കൊന്നു കളഞ്ഞേ ഇവരിത് നിർത്തൂ. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ മുൻപിൽ നിർത്തി ഇതേപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ബൈജു തിട്ടാലി ഇവിടെ പറഞ്ഞു, സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ ആക്രമിക്കപ്പെടുന്നു. അവർ ആക്രമിക്കപ്പെടേണ്ടതും അവർ ദുരിതം അനുഭവിക്കേണ്ടതും ഏറ്റവും ഈ ഹമാസിന്റെ ആവശ്യമാണ്. അത് വെച്ചുകൊണ്ടാണ് അവർ ലോകം മുഴുവനും വിലപേശുന്നതും തെണ്ടുന്നതും. കോടിക്കണക്കിന് $ബില്യൺ കണക്കിനാണ് ഓരോരുത്തരുടെ ആസ്തി എന്ന് പറയുന്നത്. ശരി, അപ്പോൾ പോലും ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ നമുക്കറിയാമല്ലോ, ഈ ഹമാസ് എന്നത് ആ വിഭാഗത്തിന്റെ ഒരു പരിധി വരെയുള്ള നേതാക്കളെയൊക്കെ ഇല്ലാതാക്കാം. താങ്കൾ ഈ പറയുന്നത് പോലെ അവസാന നേതാവിനെയും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഈ ആശയധാര മറ്റു പേരുകളിലോ മറ്റു രൂപത്തിലോ ഒക്കെ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആക്രമണം ഉണ്ടാകാം. ഒരു ഭരണകൂടത്തിന് നിലനിൽപ്പിന് വേണ്ടി അത്തരം ആക്രമണങ്ങൾ നടത്താം. ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും ഒക്കെ ആകാം. പക്ഷേ ഇതിപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾ അത്രമേൽ പ്രഹരമേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നോക്കൂ അഭിലാഷേ, ഈ തീവ്രവാദി സംഘടനകൾ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി അവർ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ അടിച്ചു വിടുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ അടിച്ചുവിടുന്നു എന്നതിനപ്പുറത്ത് ചരിത്രം അങ്ങനെയല്ലേ? ഞാനൊരു ചരിത്രമാണ് പറയാൻ പോകുന്നത്. നിക്കൂ ഒരു ചരിത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത അയൽവക്കത്തെ ശ്രീലങ്ക ഈ ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിരുന്നു LTT. ഏറ്റവും വലിയ ഭീകര സംഘടന. കരസേനയും നാവികസേനയും വ്യോമസേനയും ഉണ്ടായിരുന്ന ഭീകര സംഘടന. ഒരെണ്ണം പൊടിയെങ്കിലും ബാക്കിയുണ്ടോ? ഇപ്പം പൊടിയെങ്കിലും ബാക്കിയുണ്ടോ? ആ യുദ്ധഭൂമി, ആ ശ്രീലങ്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ്. ഈ ഭീകര സംഘടനകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അവർക്ക് ആയുധങ്ങൾ, ഇവന്മാർക്കൊന്നും ഒരു മൊട്ടുസൂചി പോലും ഉണ്ടാക്കാൻ കഴിയില്ല. അവർക്ക് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ആയുധങ്ങൾ കിട്ടണം, ഏതെങ്കിലും സോഴ്സിൽ നിന്ന് പണം കിട്ടണം. ഈ ആയുധങ്ങളും പണവും കിട്ടുന്ന സോഴ്സുകൾ ഇല്ലെങ്കിൽ ഇവന്മാരില്ല. അല്ലാതെ ഈ നമ്മൾ ആ ആശയം നിലനിൽക്കും, അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ വൃത്തികെട്ടവന്മാരെ ഗ്ലോറിഫൈ ചെയ്യരുത്. അങ്ങനെയല്ല സച്ച് തകർക്കാൻ കഴിയും. എങ്ങനെയാണ് ഖാലിസ്ഥാൻ ഇവിടെ നമ്മുടെ പഞ്ചാബിലെ ഭീകര പ്രവർത്തനം ഇല്ലാതാക്കിയത്? ഖാലിസ്ഥാൻ മറ്റു പലയിടത്തും ഉണ്ടാകും, പക്ഷേ പഞ്ചാബിൽ ഇന്നില്ല. എങ്ങനെയാണ്? ബലം പ്രയോഗിച്ചാണ്, അടിച്ച് കൊന്നു തീർത്തതാണ്. അത് പറ്റും, അത് സാധിക്കും, ഒരു സംശയമില്ലാതെ. ഇപ്പൊ എത്രയോ ഭീകര സംഘടനകൾ ലോകത്ത് ഇല്ലാതായിട്ടുണ്ട് പൂർണ്ണമായിട്ടും. അതുകൊണ്ട് അതൊന്നുമല്ല, മാറുന്ന ലോകക്രമത്തിൽ ലോകം ഇന്ന് ഭീകരതയെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഈ അറബി രാജ്യങ്ങൾ പോലും ഈ ഹമാസ് ഒരു തലവേദനയാണ്. അവരിപ്പോഴും ഈ കാണിക്കുന്നതൊക്കെ വെറും ഫ്ലൂക്കാണ്. പക്ഷേ അപ്പോഴും എനിക്ക് സംശയമുണ്ട്. താങ്കൾ ഈ പറയുന്ന LTT ആകട്ടെ, ഈ പറയുന്ന ഖലിസ്ഥാൻ ആകട്ടെ, അതൊക്കെ ആ രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി നടന്ന ഓപ്പറേഷനുകളുമാണല്ലോ. അതേസമയം ഖലിസ്ഥാൻ ഇപ്പോൾ കാനഡയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, മറ്റൊരു രൂപത്തിലോ ഭാവത്തിലോ ഒക്കെ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. മറ്റൊരു രാജ്യത്തിൻ്റെ
പരിധിയിൽ നിന്നുകൊണ്ടാണ് അവർ ഇസ്രായേലുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ആ സംശയം ഉന്നയിക്കുന്നത്. ഇല്ല, ഒന്നാമത്തെ കാര്യം നോക്കൂ, ഈ മാറുന്ന ലോകക്രമത്തിൽ ഇന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലോകം ഭീകരതയെ നന്നായി തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശരി, ഈ അറബി GCC രാജ്യങ്ങൾ, ഈ അറബി രാജ്യങ്ങൾ ഇപ്പൊ അവരുടെ അറബ് ഉച്ചകോടിയൊക്കെ ചേർന്നു, ഇസ്രായേലിനെ ശക്തമായി അപലപിച്ചു, ഞങ്ങൾ തിരിച്ചടിക്കും, തലകുത്തി നിർത്തുമെന്നൊക്കെ പറഞ്ഞ ആ പറച്ചിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഹമാസിന് അഭയം കൊടുക്കാനും ഹമാസിനെ സപ്പോർട്ട് ചെയ്യാനും ഇനി ഒരൊറ്റ അറബ് രാജ്യങ്ങളും തയ്യാറാവില്ല. കാര്യം അവർക്ക് വലുത് അവരുടെ നിലനിൽപ്പാണ്. ഇവന്മാരെ കൊണ്ട് ശല്യമേ ഉള്ളൂ എന്നുള്ള കാര്യം ഏറ്റവും നന്നായി അറിയാവുന്നത് അവർക്കാണ്. ഇനി ചെയ്യില്ല അത്. അങ്ങനെ ഒരു വൈറസിനെയൊക്കെ, പോളിയോ വൈറസിനെയൊക്കെ തുടച്ചു നീക്കുന്നത് പോലെ ഈ സാധനത്തിന് ഇല്ലാതാക്കാൻ കഴിയും. അത് ലോകത്തിന് ആവശ്യമാണ്. ശരി, ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പറയുന്നത് പോലെ തീവ്രവാദ ശക്തികൾ എന്ന് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തിനെതിരായ പോരാട്ടമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവരുടെ പല കമാൻഡർമാരും പല വിദേശ രാജ്യങ്ങളിലുമാണ്. ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കോടിക്കണക്കിന് ആസ്തിയൊക്കെ ഉണ്ട്. ഒരു പരിധിവരെയെങ്കിലും ഇവർ സാധാരണക്കാരായ ആളുകളെ കവചമായി ഉപയോഗിച്ചിരുന്നു എന്നതൊക്കെ ക്ലിയറാണ്. പക്ഷേ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു പ്രദേശത്തിൻ്റെ സർവനാശത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പോരാട്ടം, അവിടെ വ്യോമസേനയുടെ കരുത്ത് കാണിച്ചുകൊണ്ട് വ്യോമാക്രമണം നടത്തുന്നു, അതിനപ്പുറത്ത് കരയുദ്ധം ഘടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഗാസ ഏതാണ്ട് തരിപ്പണമാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. അതിലൂടെ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് പ്രായോഗികമാണോ? ഇതാണോ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് മുന്നിലുള്ള വഴി? അല്ല, ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക ഈ ഓപ്പറേഷനിലൂടെ നടക്കുകയില്ലെങ്കിലും ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിനകത്തൊരു 41 കിലോമീറ്റർ വരുന്ന ഒരു സ്ട്രെച്ച്, അവിടെ ഏതാണ്ട് 21-23 ലക്ഷം വരുന്ന ജനത, ഇവരെ എൻ്റെ മുൻ പാനലിസ്റ്റ് പറഞ്ഞ പോലെ ഷീൽഡാക്കിക്കൊണ്ട് ഒരു തീവ്രവാദ സംഘം പ്രവർത്തിക്കുന്നു. ഈ തീവ്രവാദ സംഘത്തിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ രമ്യതയിലാക്കി, ഞാനൊരു ഉദാഹരണം പറയാം. കേരളം എന്ന് പറയുന്നത് ഇസ്രായേലാണെന്ന് വിചാരിക്കാം. അവിടെ ആലപ്പുഴ എന്ന് പറയുന്നതാണ് ഈ ഗാസ. അപ്പം ഇതിനകത്ത് നിന്നുകൊണ്ട് ഇവർക്ക് ഈ ഇസ്രായേൽ എന്താ ചെയ്തിരുന്നത്? ഇവർക്കെല്ലാവർക്കും ജോലി ഈ രാജ്യത്തിനകത്ത് കൊടുത്തു. ഇസ്രായേലിനകത്ത് വന്ന് പണിയെടുക്കാം, ഇവിടുന്ന് ഭക്ഷണ സാധനം കൊണ്ടുപോകാം, ഇവിടുന്ന് കാശ് കൊണ്ടുപോകാം. പിന്നെ ആ ഗാസയിലേക്ക് ഇവർ ഇലക്ട്രിസിറ്റി, മറ്റു കാര്യങ്ങൾ, വെള്ളം, മരുന്ന് എല്ലാം ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ആളുകൾ പണിയെടുക്കില്ലേ, അതുപോലെ ഇവർ ഇസ്രായേലിൽ പോയി പണിയെടുത്ത് സുഖമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഹമാസാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നമുണ്ടാക്കിയത്. ഇങ്ങനെ സുന്ദരമായി പോയിരുന്ന രണ്ട് അയൽക്കാരെ പോലെ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനകത്തെ ഒരു കൊച്ചു ബീച്ച് സെൻറ്റർ പോലെ കഴിഞ്ഞിരുന്ന ഈ 365 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു കൊച്ചു പ്രദേശം, പക്ഷേ ഡെൻസിറ്റി ഭയങ്കരമാണ്. 23 ലക്ഷം ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. വീട് ഇങ്ങനെ നമ്മൾ മോളിൽ കൂടെ നോക്കി, ആകാശത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വീട് ഇങ്ങനെ ചിരട്ട കമത്തിയ പോലും ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ മുഴുവൻ തകർന്നു. ഇപ്പോൾ ആ ഓൾഡ് ഗാസ, ന്യൂ ഗാസ എന്ന് ആരെങ്കിലും ഒരു മാപ്പ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. തകർന്ന് പഴയത് ഇങ്ങനെ ചിരട്ട പോലെ ഇരിക്കുന്നെങ്കിൽ ഇന്നത് മുഴുവൻ പൊടിഞ്ഞ് നാശമായി പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ 23 ഒക്ടോബർ 7 ഈ ഇസ്രായേലിൽ കയറി ഗാസ തീവ്രവാദികൾ അടിച്ചു. അവരുടെ 1139 പേരെ വധിച്ചു, 200 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി. ഈ യുദ്ധം ഇത്രയും നടന്നിട്ടും അവരിൽ പലരെയും വിട്ടുകിട്ടിയിട്ടില്ല. ഇപ്പോഴും 50 പേര് കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിലെല്ലാം ഏതാണ്ട് തീർന്നു. ഇനി 10 പേരെ ഉള്ളെന്നാണ് ട്രംപ് പറയുന്നത്. 8 പേരെ മറ്റേ ഉള്ളെന്നാണ് ട്രംപ് പറയുന്നത്. ബാക്കി എല്ലാത്തിനെയും തട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ചത്തതിനൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. ഇനി വന്നിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ, ഇനി എൻ്റെ രാജ്യത്തിനകത്ത് ഈ ഇസ്രായേലിനകത്ത് ഒരു ചെറിയ സ്ട്രിപ്പിനകത്ത് കിടന്ന് ഇനി കളിക്കാൻ അനുവദിക്കില്ല. ഇവരെ ഇവിടുന്ന് എങ്ങനെയും പുറത്താക്കണം. പക്ഷെ അതെങ്ങനെയാണ്? അവിടെയാണ് പ്രശ്നം. 23 ലക്ഷം ജനങ്ങൾ, സംഗതി എല്ലാം പറഞ്ഞത് ശരിയാണ്. ഇവരെ ഷീൽഡായിട്ട് ഉപയോഗിക്കുക എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് വളരെ തന്ത്രപൂർവ്വം വേറെ ഏതെങ്കിലും സ്ഥലത്തിരുന്ന് ചായയും കുടിച്ച് വൈനും കഴിച്ച് സുഖിച്ച് TV-യും കണ്ടുകൊണ്ട് ഈ പാവങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട് വിട്ടിരിക്കുന്നു. പിന്നെ കുറേ കൂലിപ്പട്ടാളക്കാരെ പോലെ തീവ്രവാദികൾ ഇതിനകത്ത് നിന്ന് ആശുപത്രിയിലും സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഈ ജനതയെ പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. ഇവരെ ഓടിപ്പോകാൻ പോലും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ
ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് തന്നെ ഇസ്രായേൽ അവിടെ എല്ലാം ലഘുലേഖ വിതരണം ചെയ്തു. എല്ലാം ഓടിപ്പോക്കോ, ഞങ്ങളിതാ 10-15 ദിവസത്തിനകം എല്ലാത്തിനും വെടിവെച്ച് ഞങ്ങൾ തകർത്ത് കളയും, അതിന് മുമ്പ് ഓടിപ്പോക്കോളാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഓടിപ്പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും എവിടേക്ക് പോകുന്നുള്ള വലിയ പ്രശ്നമാണ്. ഇതാണ് ശരിക്ക് UN ഉൾപ്പെടെയുള്ളവ അഡ്രസ്സ് ചെയ്യേണ്ടത്. പക്ഷേ അഡ്രസ്സ് ചെയ്യാൻ സമ്മതിക്കില്ല. ഈ പ്രശ്നം സെക്യൂരിറ്റി കൗൺസിലിൽ വന്നപ്പോൾ 14 രാഷ്ട്രങ്ങളും അനുകൂലിച്ചെങ്കിലും ഉടനെ തന്നെ വീറ്റോയുമായിട്ട് US വന്നു. അതോടെ അത് തീർന്നു. US പറയുന്ന ന്യായം, ഈ പ്രമേയത്തിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഇസ്രയേലിനെ മാത്രമേ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ, ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊടുന്യായങ്ങളാണ്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ 50 ടോട്ടൽ പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഇതിൽ 50% 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്, 46% ഏതാണ്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഈ ചിത്രം നമുക്ക് കാണാനൊക്കില്ല. ഈ ചിത്രത്തിൽ 2 കൈയും 2 കാലും പോയിട്ട് ഈ തുണി ചുറ്റി വെച്ചിരിക്കുകയാണ്. അവിടുത്തെ ഡോക്ടർ പറയുകയാണ്, ഇവിടെ ഈ പിള്ളേർ കിടന്ന് നിലവിളിക്കുകയാണ്, അമ്മയോട് ചോദിക്കുക, അമ്മ എനിക്ക് എന്ന് കാല് തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുന്ന കുഞ്ഞിൻ്റെ ചിത്രം. അതുപോലെ തന്നെ ഈ കുഞ്ഞിനോട് വേദന കൊണ്ട് എനിക്ക് പൊള്ളയുന്നു, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന മറുപടി ഉടനെ തന്നെ മരുന്ന് വരുമെന്നാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, ഇവിടെ ആൻറ്റിബയോട്ടിക്സ് ഇല്ല, ഇവിടെ പെയിൻ കില്ലർ ഇല്ല, കൊച്ചിന് കരയെ നിവർത്തിയുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം. ഇതൊന്നല്ല, 10,000-കണക്കിന് കുട്ടികൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇതൊരു വല്ലാത്ത പിക്ചറാണ്. നമ്മളൊരു ഹൊറർ സിനിമ ഇതൊരു ഗാസ ഒരു സിനിമയായിട്ട് കണ്ട ആ സിനിമ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഒരു വെറും നമ്മളിങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് തുണി പൊതിഞ്ഞ് ഒരു ഡ്രാമയായിട്ട് നമ്മൾ കാണിച്ചാൽ ഇത് കാണാൻ അത്ര ഭീകരമാണ്. അതൊന്നും കണ്ടാൽ നമുക്ക് പിന്നെ ഭക്ഷണം പോലും കഴിയാം. കാരണം ഇത് നമ്മുടെ കുഞ്ഞാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കുഞ്ഞാണ് ഇത്. 8 വയസ്സായതും 10 വയസ്സായതും 2 വയസ്സായതും ഉൾപ്പെടെയുള്ളത് ഇങ്ങനെ കൈയും കാലും ഒക്കെ അറുത്ത് വെറും പഴന്തുണി ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ്. മരുന്നില്ല, എന്ത് ചെയ്യും? ഇവരെല്ലാം അങ്ങനെ മരിച്ചു പോകുന്ന അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. കാരണം ആൻറ്റിബയോട്ടിക്സ് ഇല്ല. അപ്പോൾ ആംബ്യൂട്ട് ചെയ്യപ്പെട്ട കൈയും കാലും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞു, എന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പാവകളെ ഇങ്ങനെ കഷ്ണമാക്കിയിരിക്കുന്ന പോലെ. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടത് ലോക മനസാക്ഷിയുടെ ആവശ്യമാണ്, ലോക ജനതയുടെ ആവശ്യമാണ്, UN-ന്റെ ആവശ്യമാണ്. പക്ഷേ ഇത് നടക്കുന്നില്ല. എന്ത് ചെയ്യും? ഈ ലോകത്ത് ഇങ്ങനെ വന്നാൽ, നമുക്ക് കേരളത്തിൽ എങ്ങനെ വരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ത് ചെയ്യും? നമ്മൾ സാധാരണക്കാരനായ ജനത എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കേണ്ടത്. നമുക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്ര ഭീകരമായൊരു സിറ്റുവേഷനാണ് ഇത്. ലോക മനസാക്ഷി മരവിച്ചു പോയി. നമുക്ക് ആർക്കും ഈ നമ്മളെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചും ചിന്തയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കം പലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ഇവരെ ഈ പാവങ്ങളെ എല്ലാം പിടിച്ച് വല്ല വാഹനത്തിലുമാക്കി ഈ പട്ടാളക്കാരെ പ്രത്യേകം തിരിച്ചുകൊണ്ട് ഈ ഹമാസിനെ തീവ്രവാദികളെ വെടിവെച്ചുകൊണ്ട് ഈ കയറാൻ പറ്റുന്നതിനൊക്കെ അവിടെ നിന്ന് മാറ്റി വല്ല ഏതെങ്കിലും അഭയകേന്ദ്രത്തിൽ ഗാസയുടെ വെസ്റ്റ് ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ട് മാറ്റി പുനരധിവസിക്കുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ പാപം ഇസ്രായേലുകാർക്ക് ആർക്കും സഹിക്കാനൊക്കില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത പോലും ഇപ്പം പൊട്ടിത്തെറിച്ച് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഗാസ സ്ട്രിപ്പ് ഇനി ഈ രീതിയിൽ പോകാൻ ഇസ്രായേൽ അനുവദിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിനകത്തെ ആലപ്പുഴയിലൊരു ഗാസ വന്ന പോലെയാണ്, അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദി കേന്ദ്രം വന്ന പോലെയാണ് അതിൻ്റെ അവസ്ഥ. അവർക്ക് ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരിതിനെ പുറത്താക്കും. എങ്ങനെയാണെങ്കിലും അവർ പുറത്താക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത് കാണുന്നത്. US-ന് സപ്പോർട്ടുമാണ്. US-ന് ആയുധം കൊടുക്കുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു, UN-ൽ സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊരു വേദനാജനകമായൊരു പരിഹാരമെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഭയങ്കരമായ ഒരു കറ്റോസ്ട്രഫിയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും മനസാക്ഷിയെ പറിച്ചു കളഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശ്രീ നിർമ്മൽ എബ്രഹാം, ഇതിനു മുമ്പും നമ്മൾ ഈ യുദ്ധവാർത്തകളൊക്കെ, ഇതിപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവാർത്തകൾ നൽകുന്നുണ്ട്. അവിടെയും വലിയ തോതിലുള്ള കാഷ്വാലിറ്റീസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. പല കെട്ടിടങ്ങളും നഗരപ്രദേശങ്ങളുമൊക്കെ പരസ്പരം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഗാസയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളൊക്കെ അതിലേറെ ഭയാനകമാണ്. ഈ സൂചിപ്പിക്കുന്ന പോലെ പല ദൃശ്യങ്ങളും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തവയാണ്. വാർത്താ ഏജൻസികൾ അത് നൽകുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ അത് കാണിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ ഇതാ ഗാസ നഗരം വിട്ടു പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു, അത്തരത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു, അന്തിമ വാണി നൽകുന്നു എന്ന് പറയുമ്പോൾ അവരെ സ്വീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ വെല്ലുവിളിയായി മാറുന്നു. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ ആരുമില്ല എന്നറിയുമ്പോഴും ഇങ്ങനെ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് അങ്ങേയറ്റം വിഷമകരമാകുന്നത്. ഇതിനപ്പുറത്ത് ഇനിയിപ്പോൾ ഏതാണ്ട് ഗാസയിലെ 1/3 ആളുകളുമൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. 1/3 ആളുകൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്ന് പറയുമ്പോഴും അത് ലക്ഷക്കണക്കിന് ആളുകളാണ്. നേരത്തെ വേണുഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഭൂപ്രദേശം, അവിടെ വലിയ ജനസംഖ്യ, അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ആൾനാശം ഉണ്ടാകുന്നത്.
ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നത്, അംഗഭംഗം വരുന്നത്, ഒരു ഫോർമുലയില്ല, അല്ലെങ്കിൽ പോംവഴിയില്ല. ഇത് ഗാസ ഇങ്ങനെ എരിഞ്ഞടങ്ങുക, അത് തന്നെയാണോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്? മറ്റ് യുദ്ധമുഖങ്ങളിലെ പോലല്ല, അല്പം ഡിഫറെന്റ് ആണ് ഇവിടുത്തെ കേസ്. ഇപ്പൊ നേരത്തെ ആലപ്പുഴയുടെ കാര്യം സൂചിപ്പിച്ചു, അതിനെ വെച്ച് തന്നെ ഒരു കമ്പാരിസൺ പറയാം. ഇപ്പൊ നമ്മള് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സിലൊന്നാണ് കേരളം. കേരളത്തിലെ തന്നെ ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ജില്ലകളിലൊന്നാണ് ആലപ്പുഴ. ആ ആലപ്പുഴയുടെ 4 സൈസേ ഗാസയുള്ളൂ. പക്ഷെ ആലപ്പുഴയുടെ അതേ പോപ്പുലേഷൻ ആണ് ഗാസയ്ക്കുള്ളത്. ആ ഗാസ ഇപ്പൊ 8-1 ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് താമസയോഗ്യമായ സ്ഥലം എന്ന് പറഞ്ഞാൽ 8-1. അപ്പൊ ഈ ആൾക്കാരൊക്കെ ഒഴിഞ്ഞുപോയില്ല, ആ ആൾക്കാരൊക്കെ ഒതുങ്ങിപ്പോയി ഈ പറയുന്ന 8-1 സ്ഥലത്തോട്ട്. അപ്പം ഒന്ന് ആലോചിക്കുക അതിന്റെ തീവ്രത. ഒരു ഓപ്പൺ ഡോമെട്രി എന്ന് വേണേ പറയാം. ആ ഒരു ഓപ്പൺ ഡോമെട്രിയിലാണ് ഇവരെല്ലാം താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ BBC കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇതിൽ പറയാൻ താല്പര്യമില്ലെങ്കിലും മലമൂത്ര വിസർജനം പോലും നടത്താൻ ബുദ്ധിമുട്ടാണ്. അത് നേരിട്ട് കണ്ടുകൊണ്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. ഭക്ഷണമില്ല, മരുന്നില്ല, കറണ്ടില്ല, ഇതൊക്കെ വിഷയങ്ങൾ വേറെ. അപ്പൊ ഇത്രയും ദയനീയമായിട്ടുള്ള സിറ്റുവേഷനാണ്, തീർച്ചയായിട്ടും ആണ്. ഇനി പക്ഷെ എന്തുകൊണ്ടാണ് ഇതിന് അവസാനം ഉണ്ടാകാത്തത് എന്നുള്ളതിന്റെ ഒരു റീസൺ, ഇപ്പം ഇസ്രായേലിന്റെ വാദം ചില രീതിയിൽ ഒരു പക്ഷെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അതിൻ്റെ അകത്ത് വന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇതാണ്. അതായത് അവർ പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്റ്റേജസിനെ വിട്ടു തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാത്തത്. ഹോസ്റ്റേജസിനെ വിട്ടു തരാൻ ചർച്ചയ്ക്ക് വരൂ, നമുക്ക് നോക്കാമെന്ന്. ആ ചർച്ചയ്ക്ക് ഖത്തറിൽ ആള് വന്നപ്പോഴാണ് ഇസ്രായേൽ അവിടെ അറ്റാക്ക് ചെയ്യുന്നതും. ആ മീഡിയേറ്റർ ആയിട്ട്, അതായത് 1 2 10 15 20 വർഷമായിട്ട് മീഡിയേറ്റർ ആയിട്ട് നിന്ന ഒരേ ഒരു രാജ്യമാണ് ഖത്തർ. അവരുടെ ടെറിട്ടറിക്ക് അകത്തൊരു ആക്രമണം ഹമാസിന്റെ ലീഡേഴ്സിനെ വധിക്കാനായിരിക്കാം, പക്ഷെ എങ്കിൽ പോലും നടത്തിയപ്പോ അത് ഡിലേ ചെയ്യുമല്ലേ ഇസ്രായേൽ ചെയ്തത്. അപ്പൊ ഇസ്രായേലിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് അവർ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. 2, ഇസ്രായേലിന് പൂർണ്ണമായിട്ടും വിശ്വാസമാണ് ഏത് രീതിയിൽ ഏതറ്റം വരെ പോയാലും ഒന്നും അവർക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അമേരിക്ക. എന്തുകൊണ്ടാണ് അമേരിക്ക ഇത്ര അധികം സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പൊ വലിയൊരു ചോദ്യം ഇതിന് മുമ്പ്, യുദ്ധത്തിന് മുന്നേ ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നത്, അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നതാണോ, അമേരിക്ക ഇസ്രായേലിനെ ഭയക്കുന്നതാണോ, ഇസ്രായേൽ അമേരിക്കയെ ഭയക്കുന്നതാണോ എന്നാണ്. പക്ഷെ തിരിച്ചാണ് എനിക്കിപ്പോ തോന്നുന്നത്, ഇസ്രായേലിനെ അമേരിക്കയാണ് ഭയക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അവിടെ ഡെമോക്രാറ്റിക് പാർട്ടി ആയിക്കോട്ടെ, റിപ്പബ്ലിക്കൻ പാർട്ടി ആയിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, ബൈഡൻ ആയിക്കോട്ടെ, ഇരു പാർട്ടിയിലും ഓരോ കോൺഗ്രസ് ഇലക്ഷനും സെനറ്റ് ഇലക്ഷനും പ്രസിഡൻഷ്യൽ ഇലക്ഷനും ഏറ്റവും കൂടുതൽ പൈസ പോകുന്ന എവിടുന്നാണെന്ന് നോക്കിയാൽ മതി. AIPAC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്, അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി. അത് ധനികരായിട്ടുള്ള ഇസ്രായേലി ജൂതന്മാരാണ് അവിടെ പൈസ മുടക്കുന്നത്. ആ പൈസ ചെന്നെത്തുന്ന ഓരോ കോൺഗ്രസ്മാന്റെ അടുത്തും ഓരോ സെനറ്ററിന്റെ അടുത്തും, അതായത് ഹൈ വാല്യൂ സെനറ്റേഴ്സിന്റെ അടുത്തും പ്രസിഡൻഷ്യൽ ഇലക്ഷൻ മത്സരിക്കുന്നവരുടെ അടുത്തുമാണ്. അവർക്ക് ആ പൈസ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉറപ്പ് ഇതാണ്. ഇസ്രായേലിന്റെ 3 കാര്യങ്ങൾ ഇസ്രായേൽ ഉറപ്പ് മേടിച്ചെടുക്കുക. അതായത് ഫോറിൻ പോളിസിയുടെ കാര്യത്തില്, ആംസ് ആൻഡ് അമ്യൂണിഷന്റെ കാര്യത്തില്, ഇന്റലിജൻസ് ഷെയറിംഗിന്റെ കാര്യത്തിൽ, ഈ 3 കാര്യത്തിലും ഞങ്ങളെ സഹായിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പൈസ മേടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നേക്കാൻ ഞങ്ങൾ മറ്റേ കാൻഡിഡേറ്റിന് കൊടുക്കുകയാണ് എന്ന് പറയും. ആ പൈസ 2 കൈ നീട്ടി ഇരു പാർട്ടിയിലുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു വശത്ത്. അല്ലാതെ ഒരുപാട് കോൺസ്പിറസികൾ വേറെ കിടക്കുന്നുണ്ട്. ഇപ്പൊ ജെഫ്രി എപ്സ്റ്റീനെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് കോൺസ്പിറസി വേറെ നടക്കുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് മേൽ നല്ല ഹോൾഡ് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം. 2, ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകണമെങ്കിൽ നേരത്തെ പല പാനലിസ്റ്റുകളും സൂചിപ്പിച്ചു, യുണൈറ്റഡ് നേഷൻസ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇവരൊക്കെ കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ യുണൈറ്റഡ് നേഷൻസിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അമേരിക്ക എപ്പോഴും ഇസ്രായേലിനെ രക്ഷിക്കുന്നു, ചൈന പാകിസ്ഥാനെ രക്ഷിക്കുന്നു, റഷ്യയെ തന്നെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ആ വീറ്റോയിങ് സിസ്റ്റം വർക്കാവത്തില്ല. നേരത്തെ ഇസ്രായേലിനെതിരെ കേസ് എടുത്തത്, അതായത് സൗത്ത് ആഫ്രിക്ക കൊണ്ട് കേസ് കൊടുത്ത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ അടുത്ത് ഇസ്രായേൽ ജനസൈഡ് നടത്തുന്നു പറഞ്ഞു. പത്രത്തിലൊക്കെ നമ്മൾ കണ്ടു, ഇസ്രായേൽ ജനസൈഡ് നടത്തുന്നു, ഇത് അവസാനിപ്പിക്കണം, ഒന്ന് റിപ്പോർട്ട് ചെയ്യണം, എല്ലാ ഡീറ്റെയിലും തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ അനങ്ങിയില്ല, കുലുങ്ങിയില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ICJ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സബ് ഓർഗനൈസേഷനാണ്. അവർ ഈ സാധനം നേരെ വിടുന്നത് സെക്യൂരിറ്റി കൗൺസിലോട്ട്. അവിടെ വെട്ടാൻ ആരിപ്പുണ്ട്? അമേരിക്ക ഇരിപ്പുണ്ട്. അവരത് വെട്ടിക്കളയും. അതുകൊണ്ട് ICJയും അവിടെ ഒരു കാര്യമില്ല. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് 2024 ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വാറന്റ് പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും അതിന്റെ അകത്തില്ല. അമേരിക്കയോ റഷ്യയോ ചൈനയോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ അത് വിലക്കെടുക്കുന്നില്ല. മാത്രമല്ല അവർക്ക് സ്വന്തമായിട്ട് പോലീസും ഇല്ല, പട്ടാളവും ഇല്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇവരുടെ ഏതെങ്കിലും മെമ്പർ സ്റ്റേറ്റ്സിൽ കാലുകുത്തണം. ഇപ്പൊ കാനഡയിലോ അല്ലെങ്കിൽ UK-ലോ കാലുകുത്തിയാണ്. അപ്പം അതുകൊണ്ട് ഇസ്രായേലിന് നല്ല ഉറപ്പുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇത് ഏതറ്റം വരെ പോയാലും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊരു ഉറപ്പ് ഈ 2 വർഷത്തെ ട്രെൻഡോട് കൂടി തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അതുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്നത്, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാസ പൂർണ്ണമായിട്ടും നിർജ്ജനമാക്കുക എന്നുള്ളത്, അതായത് കുന്നുകളെയോ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് പിടിപ്പിച്ചു കൊല്ലുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൊളാറ്ററൽ ഡാമേജ് ആണ്. അതുകൊണ്ടാണ് അവർ നേരത്തെ വാർണിംഗ് കൊടുക്കുന്നത്. ആ കാര്യത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ
ആ കൊളാറ്ററൽ ഡാമേജ് ചില്ലറയല്ല, ഭയങ്കരമാണ്. പക്ഷെ ഹമാസിന്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്റ്റേജസ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അവരിത് വിട്ടുകൊടുക്കുന്നില്ല. വിട്ടുകൊടുക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ട്രോങ് ഹോൾഡ് നഷ്ടപ്പെടണ്ട എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് വിട്ടുകൊടുക്കാത്തത്. ഇനി ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ. നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഈ ഇത്തരത്തിലുള്ള സംഘടനകൾ അവസാനിക്കും എന്ന് പറയുന്നു. അത് ചില കേസിൽ ശരിയായിരിക്കാം. പക്ഷെ മിക്കവാറും കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2011 ഇന്നിപ്പോ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുന്നേ 9/11 ഇതായിരുന്നല്ലോ, കമമറേഷൻ ആയിരുന്നു. 9/11 നടത്തിയ ബിൻ ലാദനെ 2011 പിടിച്ചിട്ടു. അൽ-ഖായിദ ഇപ്പൊ പല രാജ്യങ്ങളിലും പല രീതിയിൽ നിലവിൽ ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിൽ അറ്റാക്ക് നടത്തിയ റെസിസ്റ്റൻസ് ഫ്രണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സംഘടനയുടെ ബാക്കിയാണ്. ജയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഐസിസ് ആണെങ്കിൽ 2019 അബൂ ബക്കർ അൽ ബഗ്ദാദിയെ വധിച്ചു. അവരുടെ ലീഡേഴ്സിനെയൊക്കെ വധിച്ചിട്ടും അവരിപ്പോ ആഫ്രിക്കയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഗെറില്ല ടാക്ടിക്സ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സ്ട്രെങ്ത് കുറയുമെങ്കിലും ഹമാസിന്റെ ഒരു രീതി വെച്ച് അവർ ഇപ്പോഴും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഡേറ്റ ഇപ്പം റിസർച്ച് സെന്റേഴ്സ് വരെ വിടുന്ന ഡേറ്റ അനുസരിച്ച് 15,000 മുതൽ 20,000 വരെ പുതിയ ആളുകളെ അവരെടുത്തു. അതുകൊണ്ട് അത് സ്ട്രെങ്ത് കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഇല്ലാതാകും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ഇസ്രായേൽ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരും. പക്ഷെ ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടി എന്നുള്ളതാണ് ഒരു ചോദ്യം. റൈറ്റ്. എന്തായാലും മുദ്രിക്കയിലെ തകർത്ത കേന്ദ്രം അതിനേക്കാൾ വലുതായി ഞങ്ങൾ പണിയുമെന്ന് ഭീകരർ അത് ആ കെട്ടിടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അതിലൊരു ഡിബേറ്റിനപ്പുറത്ത് ശ്രീ ബൈജു തിട്ടാല, ഇവിടെ ഇതാ താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞ കുറേയേറെ കാര്യങ്ങൾ. പക്ഷേ അമേരിക്കയിലേക്ക് തന്നെ വരുമ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അമേരിക്കയിൽ പോലും ഞെട്ടിച്ചുകൊണ്ട് ഈ പലസ്തീൻ എന്ന രാഷ്ട്രം അംഗീകരിക്കണമെന്ന് ഡെമോക്രാറ്റുകൾ US സെനറ്റിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ അതിർത്തികളിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നുവെന്ന് പറയുമ്പോൾ പോലും ഭരണകൂടം എന്നതെപ്പോഴും കരുത്തുള്ള ഒന്നാണല്ലോ. അതിനപ്പുറത്ത് ഈ കാണുന്നത് പോലെ കഴിഞ്ഞ നമ്മുടെ അയൽ രാജ്യത്തൊക്കെ കണ്ടതുപോലെ ജൻസികളുടെ പ്രക്ഷോഭമൊക്കെ കാണുമ്പോൾ അവിടെ ഭരണകൂടം ദുർബലമാണ്. അതുകൊണ്ടുകൂടിയാണ് അത്തരം പ്രതിഷേധങ്ങൾ വിജയിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇസ്രായേലിലേക്ക് വന്നാൽ ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടം കൂടുതൽ കരുത്തുറ്റതാണ്, ശക്തമായ ഭരണകൂടമാണ്. അമേരിക്കയിലേക്ക് വരുമ്പോഴും അവിടെ ആരാണോ ഭരണത്തിലേറുന്നത് ആ ഭരണകൂടം പവർഫുള്ളാണ്. അപ്പോൾ ഈ വിഭിന്ന സ്വരമൊക്കെ ഉണ്ട് എന്നതുകൊണ്ടൊന്നും അതൊക്കെ കാര്യമായി ഏശാൻ പോകുന്ന ഒന്നായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ടോ? അതിന് മുമ്പായിട്ട് ഷാബു പ്രസാദ് പറഞ്ഞു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ LTTEയും അല്ലെങ്കിൽ നമ്മുടെ ഖാലിസ്ഥാനെയാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്തത്. ഇതിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ LTTE ഇറാഡിക്കേറ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് തമിലിയൻസിനെ അല്ല വരുന്നത് ഇറാഡിക്കേറ്റ് ചെയ്തത്. അതിൽ LTTE മെമ്പർമാരെയാണ്, അല്ലെ LTTE എന്ന് പറഞ്ഞ ആ ഓർഗനൈസേഷന്റെ മെമ്പേഴ്സിനെ മാത്രമാണ് അവർ തീർത്ത് കളഞ്ഞത്. അത് LTTE എന്നേക്കുമായി തീർന്നു പോയി എന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ UK-യിലും കാനഡയിലും ഒക്കെ യാത്ര ചെയ്യുന്നയാളാണ്. അതുപോലെ തന്നെ ഖാലിസ്ഥാൻ മൂവ്മെന്റിൽ ഖാലിസ്ഥാൻ ടെററിസ്റ്റിനെയാണ് നമ്മുടെ സ്റ്റേറ്റ് തകർത്ത് കളഞ്ഞത്, അല്ല പഞ്ചാബിനെ മൊത്തത്തിലല്ല. ഇവിടെ നമ്മൾ ഇതുമായിട്ടുള്ള വ്യത്യാസം, ഇവിടെ ഹമാസ് ഉണ്ട്. അക്കാരണത്താൽ ഈ ജനതയെ മുഴുവൻ തകർത്ത് കളയുന്ന നമ്മൾ കാണുന്നത്. അവരെ നരനായാട്ട് ഇപ്പം വേണുഗോപാൽ പറഞ്ഞില്ലേ, അവിടെ ട്രീറ്റ്മെന്റ് ഇല്ല, അവിടെ ആന്റിബയോട്ടിക് ഇല്ല. ആന്റിബയോട്ടിക്സ് വരുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഏറ്റാൻ സമ്മതിക്കുന്നില്ല ഇവര്. അതായത് നെതന്യാഹു തന്നെ ജനങ്ങൾ, അതായത് പാലസ്തീനിയനിലെ എക്സ്ട്രീമിസ്റ്റായ ആളുകളെ അഡ്രസ് ചെയ്യുമ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എയ്ഡ് ക്യാൻ ബി അലൗഡ്. അത് ഇസ്രായേൽ ലാംഗ്വേജിൽ പറയുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ കൊടുക്കുന്നത് we will allow a large amount of humanitarian aids enter into our country. ഇതിന്റെ അതായത് ഇതിൽ തന്നെ ഈ കോൺട്രഡിക്ഷൻ വളരെ കൃത്യമാണ്. പിന്നീട് നമുക്കൊരു കാരണവശാലും LTTE ആയിട്ടോ അല്ലെ ഖാലിസ്ഥാനായിട്ടോ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പിന്നെ ഞാൻ പല ചർച്ചകളിൽ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാത്രമാണ്, ഈ പാലസ്തീൻ ഇഷ്യൂ അല്ലെ ഇസ്രായേൽ പാലസ്തീൻ മിഡിൽ ഈസ്റ്റ് ഇഷ്യൂന്റെ തുടക്കം October 7th ആണെന്നാണ് ഞാൻ പല സ്ഥലങ്ങളിലും, അവരും അറിഞ്ഞാതെ പറയുന്നതാണോ അത് അൺഇൻറ്റൻഷനലി സംഭവിച്ചു പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് വാസ് നോട്ട് ദ ബിഗിനിങ്. അതുപോലെ ബിഗിനിങ് എന്ന നിലയിലല്ല, ഇരു രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും സംഘർഷമുണ്ട് എങ്കിലും ഇസ്രായേലിന് ഈ മട്ടിൽ ചൊടിപ്പിക്കുന്ന ഒരു ആക്രമണം അന്നാണ് നടന്നത് എന്നുള്ളതാണ്. വലിയ കാഷ്വാലിറ്റിയിലേക്ക് ഹമാസ് ഇസ്രായേലിനെ എത്തിച്ചത് അന്നാണ് എന്നാണ് പറയുന്നത്. ആ ആർഗ്യുമെന്റ് ആണ് എങ്കിൽ ഐ ക്യാൻ ടേക്ക് ദാറ്റ് ഓൺ ബോർഡ്. കാരണം നമ്മളിവിടെ ഹമാസിന്റെ റെപ്രസെന്റേറ്റീവ് ഒന്നുമല്ല. ഹമാസിനെയും
അല്ല, അതിപ്പോൾ തിട്ടാല സാർ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരു സാമാന്യമായ മര്യാദപ്പുറത്താണ് നമ്മൾ എപ്പോഴും പോകുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് ഈ അടുത്തിടെ നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചു, അതിനൊരു കാരണമുണ്ടല്ലോ, അത്തരത്തിൽ പ്രകോപനം നടത്തി. പക്ഷേ നമുക്ക് എത്രയോ ജവാന്മാരെ ഓരോ ദിവസങ്ങളും നഷ്ടമാകാറുണ്ട്. പക്ഷേ അത് പബ്ലിക്കിലേക്ക് വന്നു, സാധാരണക്കാരായ ആളുകളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് തീവ്രവാദികൾ കൊന്നു. അപ്പോഴാണ് നമുക്ക് അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറേണ്ടി വന്നത്. അതുപോലെ ഒരു എക്സാമ്പിളായി ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും ഇതിന്റെ തുടക്കം, ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് October 7th അല്ല. അതുപോലെ തന്നെ ഇതിന്റെ കാരണക്കാര് ഒരു കാരണവശാലും മിഡിൽ ഈസ്റ്റ് ഉള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിരിക്കുന്ന ബ്രിട്ടനാണ് അതിന്റെ പ്രധാന കാരണക്കാരനെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ചകഞ്ഞു പോയാൽ പിന്നീട് ഒരുപാട് പോകേണ്ടി വരില്ല. അതിപ്പോൾ ലോകരാഷ്ട്രം അങ്ങനെ ക്രമങ്ങൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ ഇന്ത്യ തന്നെ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുണ്ടായിരുന്ന സാഹചര്യമല്ലല്ലോ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പാകിസ്ഥാൻ എന്ന രാജ്യം വിഭജിച്ചു പോകുന്നു. അങ്ങനെ നമ്മൾ പലപ്പോഴായി പലസ്തീൻ്റെ ഭൂമിശാസ്ത്രവും അല്ലെങ്കിൽ ഗാസയുടെ ഭൂമിശാസ്ത്രം, ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഭൂമിശാസ്ത്രം, ഇവരുടെ ശത്രുത, ഇവരുടെ പലായനം, ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഒരു മാറുന്ന ലോകക്രമത്തിൽ ഈ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് ആ സംഭവം തന്നെയല്ലേ ശ്രീ ബൈജു തിട്ടാല? ഞാൻ അങ്ങനെ വിശ്വസിക്കും. കാരണം അതിനു മുമ്പ് ഒക്കെ തന്നെ പൊട്ടിത്തെറി ഒരുപക്ഷെ അതായിരിക്കും. ഇതിനു മുമ്പ് ഒരു കംപ്ലീറ്റ് സീസ് ഫയർ, ഒരു കംപ്ലീറ്റ് പീസ് ഈ വിഷയത്തിലുണ്ട്, ഒരു കംപ്ലീറ്റ് റെസൊല്യൂഷൻ ഈ പ്രശ്നത്തിന് ഉണ്ടായിട്ടില്ലല്ലോ. പല തലങ്ങളിൽ പല രീതി അതിന്റെ ഒരു എക്സ്ട്രീം ഇൻസിഡന്റ് ആയിരുന്നു October 7 എന്നുള്ള കാര്യം ഞാൻ ടേക്ക് ഓൺ ചെയ്യുന്നു. പക്ഷെ അതല്ല ഇതിന്റെ ബേസ്, അല്ല ഇതിന്റെ സ്റ്റാർട്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ രണ്ടാമത് ഞാൻ ഇത് എങ്ങോട്ടാ പോകുന്നെന്ന് ഇപ്പം അഭിലാഷ് ചോദിച്ചല്ലോ. അവരുടെ സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. നമ്മൾ വിയറ്റ്നാം യുദ്ധം ഉണ്ടാകുമ്പോ വിയറ്റ്നാം യുദ്ധം അതായത് ഇത്രയും ചെറിയ വിയറ്റ്നാമിനെ അമേരിക്കയെ തീർക്കാൻ പറ്റിയെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണമായി ഞാൻ കാണുന്നത് അമേരിക്കയ്ക്ക് അകത്ത് തന്നെയുള്ള സിവിൽ റൈറ്റ്സ് മൂവ്മെന്റും അമേരിക്ക അകത്തുനിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു പെട്ടെന്നുണ്ടായ ഒരു എന്നാ പറയുന്നത്, ഒരു ജനങ്ങളുടെ ഒരു എതിർ ഇത് തെറ്റായ ജനവിരുദ്ധ വികാരമാണ് ഇതിലുണ്ടായത് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അത്രയ്ക്കും ശക്തമായ അമേരിക്കയെ വളരെ ചെറിയ രാജ്യമായ വിയറ്റ്നാമിന് തീർത്ത് കളയാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ പറ്റിയെങ്കിൽ ഞാൻ ഇതിനെ കാണുന്നത് എത്ര അഡ്മിനിസ്ട്രേറ്റീവ്ലി സ്ട്രോങ് ഓംനിപൊട്ടന്റ് ആണ് ഈ സാഷാൽ നെതന്യാഹു എങ്കിലും നമ്മൾ ഇപ്പോൾ ഇസ്രയേലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂഡ്, ദ പബ്ലിക്കിന്റെ മൂഡ് ഓഫ് ദ പീപ്പിൾ, ഇറ്റ് വിൽ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. അത് ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ ഇസ്രായേലിലുള്ള ആളുകൾ അതിന് സമ്മതിക്കും. അല്ലെ ഇതേ രീതി ഇതിന് ഞാൻ മറ്റൊരു ദിവസം ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് യഥാർത്ഥ പ്രശ്നക്കാരൻ നെതന്യാഹു ആണ്. The moment the ceasefire, the moment the issue is resolved, Netanyahu is guaranteed to go to prison. എനിക്ക് അങ്ങനെ ഒരു സംശയമില്ല. ശരി, ഈ ഷാബു പ്രസാദ്, ഇതിപ്പോൾ നമ്മൾ ഈ കുറച്ച് ചരിത്രത്തിലേക്ക് പോയാലും നമുക്കറിയാം, ഇതിനു മുമ്പ് ഇസ്രായേലിനെ അനായാസം കീഴടക്കാമെന്ന് കരുതി രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കിയ ഒരു സാഹചര്യമാണ് ചരിത്രം നോക്കിയാലുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം ഈ സൂചിപ്പിക്കുന്ന പോലെ നെതന്യാഹു ഭരണകൂടമാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു വിരുദ്ധ വികാരം ഒരു കോണിൽ നിന്നെങ്കിലും ഉയരുന്നു എന്നത് വസ്തുതയാണ്. ഒപ്പം നേരത്തെ ശ്രീ നിർമ്മൽ എബ്രഹാം പറഞ്ഞതുപോലെ അവിടെ ചില വഴികളൊക്കെ ഉണ്ടായിരുന്നു. ആ വഴികൾ നെതന്യാഹു തന്നെയാണല്ലോ അടച്ചത്. അതായത് ഈ മധ്യസ്ഥ ശ്രമത്തിനടക്കം നിൽക്കുന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കുക. അതും ഇതിലെ ഉൾക്കളികൾ നമുക്കറിയില്ല എങ്കിലും ട്രംപ് പറഞ്ഞത് ഇക്കാര്യം അറിയിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇസ്രായേൽ അക്കാര്യം ആക്രമിക്കാൻ പോകുന്നു എന്നത് ആ രാജ്യത്തെ അറിയിച്ചില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ ചർച്ചകൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ പഴയതുപോലെയാണോ സാഹചര്യം? ഈ വിരുദ്ധ വികാരം ശക്തിപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ? ശ്രീ ഷാബു പ്രസാദ് മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്ത് കേൾക്കാം, പറയൂ. ഞാനിതിനെ ഒന്നായിട്ട് പറയാം. ഒന്ന്, അവിടെ യുദ്ധവിരുദ്ധ വികാരം ഉണ്ടാകുന്നില്ലേ? യുദ്ധത്തിനെതിരെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും പൗരസ്വാതന്ത്ര്യങ്ങളും ഉള്ള രാജ്യമാണ്. അതിനെ അവർ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഈ ബഹുമാനപ്പെട്ട ബൈജു തിട്ടാല ഇരിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്, UK-യിലാണ്.
അവിടെ ഇരുന്നു കൊണ്ട് UK നയങ്ങളെ വിമർശിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അത് ആ രാജ്യത്തിന്റെ പൗരാവകാശങ്ങൾ അനുവദിക്കുന്നുണ്ട്. അമേരിക്ക അങ്ങനെ ഒരു രാജ്യമാണ്, ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കാനും അവർ പ്രകാശിപ്പിക്കാനും അത് കഴിയുകയും ചെയ്യും. അതൊന്ന്. ഇനി മറ്റൊന്ന്, അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഈ സംഭവം കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങിയതല്ല, സത്യമാണത്. അപ്പോൾ ഇതിന് 1948 മുതലുള്ള പഴക്കമുണ്ട്. അല്ല, അതിന് മുമ്പുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ബെൽഫോർ പ്രഖ്യാപനം മുതൽ ബ്രിട്ടൻ ഉണ്ടാക്കിയൊരു അതിൻ്റെ അകത്ത് വലിയൊരു റോളുണ്ട്. അതിൻ്റെ അകത്ത് ഈ 1900 നമ്മുടെ ചരിത്രത്തിലേക്ക് തന്നെ പോകണം. 48 ഈ രാജ്യം ജനിച്ച്, ഈ കൊച്ചു രാജ്യം, ഈ കൊച്ചു സമൂഹം ജനിച്ചു വീഴുന്നതേ ഒരു യുദ്ധത്തിലേക്കാണ്. അന്ന് എന്തായിരുന്നു UN പറഞ്ഞത്? UN പറഞ്ഞത് ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ്. പാലസ്തീനികൾക്ക്, അവർക്ക് പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം, ജൂതർക്ക് ഒരു ജൂയിഷ് സ്റ്റേറ്റ്, ഇതായിരുന്നല്ലോ അംഗീകരിക്കപ്പെട്ടത്. പക്ഷേ ആ സിദ്ധാന്തത്തിനെ, ആ കാര്യത്തിനെ അറബികളോ അറബി രാജ്യങ്ങളോ പാലസ്തീനിയൻസോ അംഗീകരിച്ചോ? ഇല്ല. അവരുടെ ഡിമാൻഡ് ഒന്നേ ഉള്ളായിരുന്നു, ഞങ്ങളുടെ ഇവിടെ ഒരു ജൂതരാഷ്ട്രം വേണ്ട, ഞങ്ങൾ അത് അനുവദിക്കില്ല, ഞങ്ങൾ അവരെ തീർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ജനിച്ചു വീണ രാജ്യത്തിന്റെ മേളിലേക്ക് ഈ ശക്തരായ അറബ് രാജ്യങ്ങൾ കയറിയത്. അന്ന് മുതൽ അവർ എക്സിസ്റ്റൻഷ്യൽ സ്ട്രഗിളിലാണ്, അന്ന് മുതൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ ദൈവവും ലോകവും അല്ലെങ്കിൽ ചരിത്രവും ഒക്കെ ഇസ്രായേലിനൊപ്പമാണ്. അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, അന്ന് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച രാജ്യങ്ങളായിരുന്നു ജോർദാനും ഈജിപ്തുമൊക്കെ. അവർക്കതിന് കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ ഇസ്രായേലുമായി വളരെ നല്ല സൗഹൃദത്തിലായി. ഇന്ന് ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളികളും സൗഹൃദ രാജ്യങ്ങളുമാണ് ഒരു കാലത്ത് അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞവർ. അതാണ് ശ്രീ ഷാബു പ്രസാദ് ഞാനും ആവർത്തിച്ചത്. അതായത് ചരിത്രത്തിലേക്ക് നമ്മൾ മുഴുവൻ തിരിച്ചു പോയിട്ട് കാര്യമില്ല. മാറുന്ന ലോകക്രമത്തിന് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച ചെയ്യുമ്പോൾ നമ്മളൊക്കെ മണ്ണടിഞ്ഞു കുറെ കഴിയുമ്പോൾ ഏറ്റവും നല്ല സൗഹൃദ രാഷ്ട്രങ്ങളായി അത് മാറിയേക്കാം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ പറയൂ. അങ്ങനെ മാറുന്നതിന് ഇപ്പൊ അതായത് പറഞ്ഞത്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈജിപ്തും ജോർദാനും ഒക്കെ ഇസ്രായേലിന്റെ ഏറ്റവും നല്ല സൗഹൃദ ആകുന്നതിന് മുമ്പ്, ആ സൗഹൃദത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് ഒരുപാട് ചോരപ്പുഴകൾ ഈ രാജ്യങ്ങൾ നീന്തിക്കയറി തന്നെയാണത് സംഭവിച്ചത്. അങ്ങനെ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ഇനി ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. ഹമാസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിനെ ഒരൊറ്റ ലോകരാജ്യങ്ങളും പിന്തുണയ്ക്കാതിരിക്കുക, അറബ് രാജ്യങ്ങൾ അവരെ പുറത്താക്കുക, അത് മാത്രമാണ്. ഇനി ഇവിടെ തീർച്ചയായിട്ടും പാലസ്തീനികൾക്ക് അവർക്ക് അവരുടെ ഒരു രാജ്യം വേണം എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഇല്ല. 100% എനിക്ക് അഭിപ്രായമുണ്ട്. ഇനി ഇസ്രായേൽ അതിനെ സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും അതൊരു ഫാക്റ്റാണ്. പക്ഷെ അത് സംഭവിക്കും. ഇസ്രായേൽ അന്നും എന്നോ അതിന് തയ്യാറായിരുന്നു. പക്ഷെ അതിന് തയ്യാറാകാതിരുന്നത് പാലസ്തീനിയൻസും ഈ അറബ് രാജ്യങ്ങളും തന്നെയാണ്. സമാധാനപരമായ ഒരു പാലസ്തീൻ രാജ്യം സൗഹൃദത്തോടുകൂടി ഇസ്രായേലിന്റെ ഒപ്പം അവിടെ ഉണ്ടെങ്കിൽ അതും വളരെ മനോഹരമായ ഒരു കാര്യമാണ്. പക്ഷെ അത് നടക്കണമെങ്കിൽ അവിടെ ഹമാസോ ഇതുപോലെയുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അവരാണ് അതിനെ അനുവദിക്കാത്തത്. കാരണം അവർക്ക് വേണ്ടത് ചോരപ്പുഴകളാണ്. അവർക്ക് വേണ്ടത് കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയും സ്ത്രീകളുടെയും ശവപ്പറമ്പുകളാണ്. അത് വെച്ചിട്ട് വേണം ലോകത്തിന് മുൻപിൽ വിലപേശി ബില്യണേഴ്സായി മാറാൻ. നിങ്ങൾക്കറിയോ ഈ ഹമാസിന്റെ നേതാക്കന്മാരുടെയൊക്കെ ആസ്തി എന്താണെന്ന്? ഇവരുടെയൊക്കെ മക്കളെ പഠിക്കുന്നതെന്നും അവരൊക്കെ എവിടെയാ സെറ്റിൽ ചെയ്തിരിക്കുന്നതെന്നും? ഇത് ഹമാസിലെ ജനങ്ങൾ, ഗാസയിലെ എന്ന് പറയുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എന്താണ്, അവരുടെ പ്രധാനപ്പെട്ട ഒരു മണി ഏണിംഗ് കണ്ടന്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഒരു സിനിമ കണ്ടിട്ടില്ലേ, ഈ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമ? ആ വിയറ്റ്നാം കോളനിയിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥയാണ് ഈ അവിടുത്തെ ഗാസയിലെ ജനങ്ങൾക്ക്. അവിടുത്തെ റാവുത്തരും പോലെയുള്ള ഗുണ്ടാത്തലവന്മാരാണ് ഇവർ. അവിടെ നിന്ന് വിട്ടുപോയാൽ ഈ ജനങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഇതാണ് അവിടെ ഇതിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഈ ലോക രാജ്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ ഹമാസിനെ തള്ളി പറയണം, അവർക്ക് സപ്പോർട്ട് കൊടുക്കരുത്. അത് സംഭവിച്ചാൽ അന്ന് ഈ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കും. അതുവരെ ഇസ്രായേൽ ഇത് നിർത്തില്ല, ഒരു സംശയവുമില്ല. മാത്രവുമല്ല ശ്രീ വേണുഗോപാൽ, ഇവിടെ ഇത് ഇസ്രായേൽ നിർത്തില്ല എന്ന് മാത്രവുമല്ലല്ലോ, അമേരിക്ക അതിന് കൂടുതൽ
എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ഇങ്ങനെ ഇന്ധനം പകർന്നു നൽകുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. വീറ്റോ അധികാരം കഴിഞ്ഞ ദിവസം പ്രയോഗിക്കുന്നു. ഇപ്പോഴിതാ ആയുധ ഇടപാടിന് അനുമതി തേടുക കൂടിയാണ് ചെയ്യുന്നത്. അതെ, അമേരിക്കയുടെ ഉദ്ദേശം ഇസ്രായേലിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അതിനവരൊരുപാട് തൊടുനായങ്ങൾ പറയുന്നതല്ലാതെ അമേരിക്കയിൽ ജൂതന്മാർക്കുള്ള അപ്രമാദിത്വം അത് നിലനിൽക്കുകയാണ് ഇപ്പോഴും. അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ അവരുടെ മിലിറ്ററി സെറ്റപ്പിൽ അവരുടെ ആ കൈ നിലനിൽക്കുന്നിടത്തോളം കാലം US ഇസ്രായേലിൻ്റെ പാവയാണ്. ഈ വലിയേട്ടനെ കൊച്ചേട്ടൻ നയിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് ഈ US കിട്ടിയിട്ട് നമുക്കിത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ബൈജു സാർ പറഞ്ഞു നമ്മൾ LTTയുടെ പ്രശ്നം അല്ലെങ്കിൽ സിഖ് തീവ്രവാദികളുടെ പ്രശ്നം. അവിടെ ഒന്നുമില്ലാത്തൊരു പ്രശ്നം ഈ ഗാസയിലുണ്ട്. അതായത് 50-100 പേരെ പിന്നെ അവിടെ നിലവിലുള്ള തീവ്രവാദികൾ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുകയാണ്. വെളിയിലിറങ്ങി പോകാൻ സമ്മതിക്കില്ല, ഓടാൻ സമ്മതിക്കില്ല, ഇവിടെ നിന്ന് ചത്തോ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. അതാണ് ഈ ഇസ്രായേലിന് ഡയറക്റ്റായിട്ട് ജനത്തിനെ ആക്രമിക്കേണ്ടിയും വരുന്നത്. പക്ഷെ അത് ന്യായമാണോ നല്ലതാണോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ വിധത്തിൽ പോകാതെ ലോകരാഷ്ട്രങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട സാഹചര്യമായിരിക്കുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേൽ ഭയക്കുന്നത് അവരുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴ പോലൊരു സ്ഥലം കിടന്നാൽ അവർക്ക് ഇനിയും ഇത് പ്രശ്നമാണെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു പരിഹാരം ഇനി വെസ്റ്റ് ബാങ്കിനോട് ചേർന്ന് ഇസ്രായേലിൻ്റെ കുറച്ച് സ്ഥലം കൊടുത്ത് ഇവരെ അവിടെ പുനരധിവസിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ഇസ്രായേൽ പൂർണ്ണമായും ഇസ്രായേലായിട്ടും വെസ്റ്റ് ബാങ്ക് ആയിട്ടും ഒക്കെ നിൽക്കുകയും അങ്ങനെ 2 നേഷൻ തിയറി വളരെ ക്ലിയറായിട്ട് നടപ്പിലാക്കുകയും ചെയ്യാനായിട്ട് ഇസ്രായേലും US-ഉം UN-ഉം പിന്നെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ പിന്നെ അറബി രാഷ്ട്രങ്ങളും അതോടൊപ്പം യൂറോപ്യൻ രാഷ്ട്രങ്ങളും തയ്യാറായി പരിഹാരം ഉണ്ടാകാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ രീതിയിൽ കൊലപാതകങ്ങൾ കൊണ്ട് ചോരക്കളം കൊണ്ട് അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനിച്ചാൽ തന്നെ അതൊരു പാപപങ്കിലമായ ഒരു ഭൂമിയായി നിൽക്കുകയും എന്നും ഇസ്രായേലിന് മേൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു മാർട്ടിയർ പ്ലേസ് അവിടെ കിടക്കുകയും അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ളൊരു കാരണമായിട്ട് കിടക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അവിടെ ശ്രീ നിർമ്മൽ എബ്രഹാം, ഇവിടെ വേണുഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ചില സൂചനകളും നിർദ്ദേശങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ചില നിർദ്ദേശങ്ങൾ, അതായത് ഈ യുദ്ധാനന്തര ഗാസയുടെ ഭരണം എങ്ങനെയായിരിക്കണം, അതിനൊരു താൽക്കാലിക സമിതി ഉണ്ടായാൽ ആ സമിതി നയിച്ചതിന് ശേഷം പിന്നീട് അത് പലസ്തീന് നൽകുക, അത്തരം ചില സൂചനകൾ. അത് സൂചനകൾ മാത്രമാണ് എന്ന് ആവർത്തിച്ച് പറയട്ടെ, പക്ഷേ അത്തരം സൂചനകളെങ്കിലും ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ടോ? അങ്ങനെ ഒരു സാധനത്തിന് ഇസ്രായേൽ അനുവദിക്കുമോ എന്ന സംശയമുണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം. ഇല്ല, അങ്ങനെ ഇസ്രായേലിന്റെ നിലവിലെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ പോകുള്ളൂ എന്ന് വേണം ഇപ്പൊ അനുമാനിക്കാൻ. ഇസ്രായേലിന്റെ പ്ലാനും ഏറെക്കുറെ അതാണ്, പക്ഷെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇസ്രായേൽ പറയുന്നത് അല്ല, അതിൽ ട്രംപ് കൂടി ഇടപെട്ടിട്ടുണ്ട് എന്ന മട്ടിലൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തൽക്കാലം ഇവരെ മാറ്റുമെങ്കിലും തിരിച്ചു താമസിപ്പിക്കാൻ ഇസ്രായേൽ ഒരുപക്ഷെ തയ്യാറായേക്കാം. പക്ഷെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഹമാസിനോ പലസ്തീനിയൻ അതോറിറ്റിക്കോ ഇസ്രായേൽ ഒരിക്കലും കൊടുക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പകരം ഇസ്രായേലിന്റെ മോണിറ്ററിംഗിൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഏരിയാസിലെല്ലാം മിലിറ്ററി തങ്ങി നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു രീതിയിലേക്ക് മാറേണ്ടി വരും. അങ്ങനെ ആയിരിക്കണം ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ആശയം. അങ്ങനെ വന്നാൽ മാത്രമാണ് ഇസ്രായേലിന് സേഫ്റ്റി ഉള്ളൂ എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇനി എത്രമാത്രം ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിനും 2 വശമുണ്ട്, അല്ലെങ്കിൽ ഏതൊരു വാദത്തിനും 2 വശമുണ്ടെന്ന് പറയുന്ന പോലെ ഇസ്രായേലിന്റെ വാദത്തെ ഒരു പരിധി വരെ വേണമെങ്കിൽ അംഗീകരിക്കാം. കാരണം ഈ വർഷങ്ങളായിട്ട് നടക്കുന്ന ഡിസ്പ്യൂട്ട് ആണെന്ന് ഇവിടെ എല്ലാ പാനലിസ്റ്റുകളും സൂചിപ്പിച്ചു. ഇന്റർമിറ്റന്റ് ആയിട്ട് നടക്കുന്ന യുദ്ധങ്ങൾ, ആ യുദ്ധം നടക്കാനുള്ള പ്രധാന കണ്ണി അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 2 ഡെക്കേഡ്സ് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹമാസ് തന്നെയാണ്. ആ ഹമാസിനെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിന്റെ ആഗ്രഹവും ആവശ്യവുമാണ്. അതിനകത്ത് പല ലീഡേഴ്സിനെയും കളഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ ഹമാസിന്റെ ഓപ്പറേറ്റിംഗ് രീതി വ്യത്യസ്തമായതുകൊണ്ട്, അതായത് ജനങ്ങൾക്കിടയിൽ ഇപ്പൊ പലപ്പോഴും മൊസാദിന് പോലും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ മൊസാദൊക്കെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഇന്റലിജൻസിന്റെ ബേസിസിലാണ്. ഇതിനുള്ളിൽ ജനങ്ങൾക്കിടയിൽ ഇന്റേണലി, അതായത് പലസ്തീനിയൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഇന്റേണലി വിവരം കൈമാറുകയും സപ്പോർട്ട് ചെയ്യുകയും പലപ്പോഴും കണ്ണടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇസ്രായേലിന് പലപ്പോഴും ഐഡന്റിഫൈ പോലും ചെയ്യാൻ പറ്റാത്തത്. ജനങ്ങളുടെ രൂപത്തിൽ, സാധാരണക്കാരുടെ രൂപത്തിൽ ഇറങ്ങി വരുന്ന ഹമാസ് തീവ്രവാദികൾ ഒരുപാടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം
ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറും വെപ്പൺസും ഡീലേഴ്സിനും തകർക്കുന്നതിന് ഉൾപ്പെടെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിച്ചതിന് ശേഷം അവരുടെ അഡ്മിനിസ്ട്രേഷനും അവരുടെ മോണിറ്ററിംഗും കൊണ്ടുവരാന്നുള്ളതായിരിക്കും ശ്രമിക്കുക. പക്ഷെ ഇതിൽ ദുഃഖകരമായ കാര്യം, വാദബന്ധു ആയിക്കോട്ടെ, ഇത്രയും ആളുകൾ ഇപ്പൊ നേരത്തെ ശ്രീ ബൈജു തിട്ടാല സൂചിപ്പിച്ച പോലെ ആ വീഡിയോ തന്നെയാണ് ഞാനും കണ്ടത്. എന്നെ കൊണ്ടുകാണിച്ചത് എന്റെ കോളേജിലെ ഒരു ഫോട്ടോഗ്രാഫറാണ്, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം എന്നെ കൊണ്ടുകാണിച്ച് സാർ ഇത് കണ്ടിട്ട് അടുത്ത ചർച്ചയിൽ പറയണം എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ നമുക്ക് ആരെയും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ഇതിന്റെ ഒരു അവസാനം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ആഗ്രഹം. റൈറ്റ്. അതായത് വേണുഗോപാൽ സാർ, സമയം അതിക്രമിച്ചു എങ്കിൽ പോലും, അതായത് താങ്കൾ സൂചിപ്പിച്ചതനുസരിച്ച് ഈ ടോണി ബ്ലെയർ മുൻ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിലൊരു ചുമതലപ്പെടുത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സമിതിയെ ഒരു കാരണവശാലും അങ്ങനെ അംഗീകരിക്കാൻ ഇനി ഇസ്രായേൽ തയ്യാറാകില്ല. ഇസ്രായേൽ അവിടെ ഒരു ഗാസയിൽ ഒരു പ്രത്യേക അഡ്മിനിസ്ട്രേഷൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അത് വേണമെങ്കിൽ ഒരു ഈ ഇസ്രായേൽ സംരക്ഷിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പിന്നെ വെൽഫെയർ സെൻറ്ററോ ആയിട്ട് വേണമെങ്കിൽ അവരംഗീകരിക്കും. അല്ലാതെ അവിടെ ഒരു സ്വയം പ്രഖ്യാപിത ഭരണകേന്ദ്രം അത് പിന്നീട് വന്ന് ഹമാസ് വന്ന് പിടിച്ചടക്കുക, വീണ്ടും ഇതുപോലെ അടി നടത്തുക, അതായത് രാജ്യത്തിനകത്ത് വേറൊരു കൊച്ചു രാജ്യത്തിനെ വളർത്തി കൊടുത്തിട്ട് അടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു രാജ്യവും സമ്മതിക്കില്ല. ഇന്ത്യയാണ് സമ്മതിക്കുന്നത്. മറ്റൊരു സമിതി എന്നാണ് അതിനുശേഷം. അതെ, അത് സമിതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൂർഖ ലാൻഡ് പോലെ, നമ്മളിപ്പോ ഗൂർഖ ലാൻഡ് എന്ന് പറയുന്നില്ലേ, അതുപോലത്തെ ഒരു സമിതിയൊക്കെ അവർ അംഗീകരിക്കുന്നതിന് തയ്യാറാവും. അവിടെ ഒരു പലസ്തീൻ ഭരണം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. പലസ്തീൻ ഭരണം വന്നാൽ പിന്നെ അത് വീണ്ടും ഈ പിന്നെ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഈ ഹമാസിനെ ഒന്നും പൂർണ്ണമായിട്ട് കൊല്ലാൻ നോക്കില്ല. ഇതിങ്ങനെ കിടക്കും. ഈ കിടക്കുന്നിടത്തോളം കാലം ഇവൻ അവിടെ കിടന്ന് കളിച്ച് ഇന്നല്ലെങ്കിൽ നാളെ വേറെ ആളിനെ കണ്ടെത്തി. ഇതിപ്പോൾ നമ്മൾ ഈ വീരപ്പൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. ആ ഗ്രാമവാസികളെ കൂടെ കയ്യിലെടുത്തിട്ട് വീരപ്പൻ കാട്ടിനകത്ത് ഒളിച്ചിരുന്ന് കളിക്കുന്ന പോലെയാണ് ഈ ഗാസയിലെ ജനതയെ ഈ ഹമാസ് ടീം അവിടെ ഇരുന്നു കൊണ്ടും പിന്നെ ഖത്തറിൽ ഇരുന്നു കൊണ്ടും മറ്റ് സേഫ് ലാൻഡിൽ ഇരുന്നു കൊണ്ടും ഈ കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. ഇസ്രായേൽ ഇത് അവസാനിപ്പിക്കാതെ സമ്മതിക്കുകയില്ല. പക്ഷേ ഈ നടക്കുന്ന കൂട്ടക്കൊല, നരഹത്യ, ഇത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതായത് ഈ പറയുന്നത് പോലെ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നല്ല എന്നതുകൊണ്ടാണ് നമുക്ക് ചർച്ചകൾ ആവർത്തിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇനി ഗാസ എന്നത് ഈ സമീപകാലത്തൊന്നും പലസ്തീൻ്റെ കൈകളിലേക്കോ അല്ലെങ്കിൽ പലസ്തീൻ ഭരണകൂടത്തിനോ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നായി മാറുകയാണ്. അങ്ങനെയല്ലേ ഇത് അവസാനിപ്പിക്കേണ്ടി വരിക? ഞാൻ ഏതായാലും അങ്ങനെ വിശ്വസിക്കാൻ തൽക്കാലം തയ്യാറല്ല. കാരണം 50% എങ്കിലും അങ്ങനെ സംഭവിക്കില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം അതിനോ ടോണി ബ്ലെയർ എന്ന് പറഞ്ഞാൽ ലേബർ പാർട്ടി പൊളിറ്റീഷ്യൻ നിങ്ങൾക്കറിയാം. ടോണി ബ്ലെയർ എന്ന് പറയുന്ന ആള് കൃത്യമായും ഇതിൽ ഇന്റർവീൻ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്, കമാൻഡിങ് പവർ ഉള്ള ആളാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അദ്ദേഹം ലേബർ പാർട്ടിക്കാരനായതുകൊണ്ടൊന്നും അല്ല കേട്ടോ, അല്ലാതെ. അപ്പോ അദ്ദേഹത്തിന്റെ ഇന്റർവെൻഷനിലൂടെ ഈ വിഷയം ഒരു പീസ്ഫുൾ രീതിയിൽ സെറ്റിൽ ആയേക്കാമോ എന്ന് ഞാൻ ആശിക്കുകയാണ്. പിന്നെ അതല്ല, ഇവര് കംപ്ലീറ്റ് അവരെ അവിടുന്ന് ഒഴിപ്പിച്ച് കളയാൻ പറ്റുമെന്ന് ഞാൻ അത്ര നിസ്സാരമായി ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ വേൾഡ് ഹിസ്റ്ററിയും ഇപ്പോൾ ഈ വാർ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ചരിത്രം എങ്ങും ഇല്ല. ഒരു കംപ്ലീറ്റ് ഒരു തലമുറയെ ഒരു വംശത്തെ, അത് രണ്ടാം ലോക മഹായുദ്ധം സേഫ് അത് ഒഴിച്ച് അങ്ങനെ ഒരു ജനതയെ മൊത്തം വൈപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ മറ്റൊരാൾ വരികയും അവരുടെ റൂൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന എന്നാ പറയുക, നമ്മൾ ആ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതിന് ലോകരാജ്യങ്ങൾ ഒന്നും സമ്മതിക്കില്ല എന്നുള്ളതാണ് എന്റെ ഒരു റീഡിങ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷൻ വളരെ ശക്തമായി ഇവർക്കെതിരെ സാങ്ഷൻസ് വേണം എന്നുള്ള ആ ടോണിൽ തിരിച്ചു വരുന്നത്. യൂറോപ്യൻ യൂണിയൻ ചെയർമാൻ കമ്മീഷൻ അങ്ങനത്തെ ഒരു മൂവ് കൊണ്ടുവരുമ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നിച്ചതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അതേ രീതിയിൽ ഇത് കംപ്ലീറ്റ് തിരിച്ച് പിടിച്ചെടുക്കാൻ പറ്റുമോ, പിടിച്ചെടുത്തിട്ട് എന്റെ പാവ ഗവൺമെന്റ് അവിടെ ഇരുന്നോട്ടെ എന്ന് വെക്കുന്ന രീതിയിൽ ലോകക്രമം അല്ലെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അതിനെ അനുവദിക്കൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക്. ശരി, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾക്ക് അവസാനിപ്പിക്കാം, 1 മിനിറ്റേ ഉള്ളൂ. ഇതിൽ നിന്നൊരു വ്യത്യസ്തമായ അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇല്ല, എനിക്ക് എന്തായാലും ഗാസ ഇനി എന്തായാലും പഴയതുപോലെ ആവില്ല എന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു സംശയവും. അതിന്റെ നിയന്ത്രണം ആരുടെ കൈകളിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഇനി? അത് സംശയമൊന്നും വേണ്ട, അതിനി ഇസ്രായേലിന്റെ കയ്യിൽ തന്നെ. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് ഇസ്രായേലിന്റെ ഭാഗമാകണം. കാര്യം ഇസ്രായേലിൽ തന്നെയുള്ള ജനതയുടെ 17% മുസ്ലിങ്ങളായ അറബികളാണ്. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് ജീവിക്കാൻ ഒരു അവസരം കിട്ടിയേക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബാങ്കിനോട് ചേർന്ന് ഇതിന് തുല്യമായ ഒരു പ്രദേശം ഇസ്രായേൽ വിട്ടുകൊടുത്ത് തീർച്ചയായും ഒരുപക്ഷെ അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കാം.
അതിന് സാധ്യതയുണ്ട്. കാര്യം ഇത് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. കാര്യം ഇസ്രായേൽ വളരെ ചെറിയ രാജ്യം, ഏതാനും 50, 100, 150 കിലോമീറ്ററിന്റെ വിഷയമേ ഉള്ളൂ. അല്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഒന്നും പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഉള്ള ഒരു ഷിഫ്റ്റിങ് എന്തായാലും ഇനിയും ഈ ഹമാസിനെ പോലെയുള്ള ഈ ഭീകരവാദികൾ തങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന ഒരു വലിയ തിരിച്ചറിവ് ഷാബു പ്രസാദ് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഈ ഇസ്രായേലിന്റെ ഒരു കോളനിയായി ഇവിടെ മാറട്ടെ എന്നാണ്. കൊളോണിയൽ കറ്റാസ്ട്രഫി കണ്ടു വളർന്നു വന്ന കോളനിയിൽ വന്ന ഒരാളായി ഇസ്രായേലിന്റെ ഭാഗം തന്നെ നമ്മൾ ഓൺലൈൻ വഴി ഈ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. അതായത് ഇസ്രായേൽ പിടിച്ചെടുക്കുമോ, ഇസ്രായേൽ ആയിരിക്കുമോ ഇനി ഭാവിയിൽ ഗാസയെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് ഓൺലൈൻ വഴിയുള്ള പ്രേക്ഷകരിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരിൽ 63% അതെ എന്നാണ് പറയുന്നത്. 34% മാത്രമാണ് ബൈജു സാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുള്ളൂ. നിഷ്പക്ഷ നിലപാട് 3% പ്രേക്ഷകരും സ്വീകരിക്കുന്നു. വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.